എത്രയും പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ കാലാവസ്ഥ നല്ല ചൂടായിരിക്കും അല്ലേ? ഇവിടെ നാട്ടിൽ നല്ല മഴയാണ്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ അവധിയാണ്. സ്കൂൾ അവധിയാണെങ്കിലും ട്യൂഷൻ സെൻറ്റർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ചിലരൊക്കെ മൂടി പുതച്ച് വീട്ടിൽ കിടക്കുകയാണ്. കനോളി പ്ലോട്ടും പരിസരവും ഒക്കെ ആകെ കാലിയാണ്. മൊത്തത്തിലൊരു ഉറങ്ങിയ അവസ്ഥയാണ് നിലമ്പൂർ. ചിലരൊക്കെ നല്ല സജീവമായിട്ട് നിലമ്പൂരിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ പ്രവാസി സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നാട്ടിലെ വർത്തമാനങ്ങളും വിശേഷങ്ങളും. നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥയും വിശേഷങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും മറ്റു കാഴ്ചകളായി ഉടൻ തന്നെ എത്താം. നിങ്ങളുടെ സ്വന്തം തേക്കിൻ്റെ നാട്. ഇത് വടവറം പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മുടെ വടവറത്തെ പഴയ പാലം കുറേ ഓർമ്മകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ പാലത്തിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി നടപ്പിലാക്കാം അല്ലേ? ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സഞ്ചാരികൾ വരുന്നൊരു ഏരിയ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കനോളി പ്ലോട്ടിലെ കാഴ്ചകൾ. ഇനി നമുക്ക് നേരെ നിലമ്പൂരിലേക്ക് പോവാം. നിലമ്പൂരിലെ റോഡ് പണി എങ്ങും എത്തിയിട്ടില്ല, മന്ദഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ട്യൂഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വന്ന കുട്ടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ജനതപ്പടിയാണ്. ജനതപ്പടി ഇത് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൻ്റെ ഒക്കെ ഓപ്പോസിറ്റുള്ള ആ ഒരു സ്ഥലമാണ്. മയിലാടി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ചാലിയാർ പുഴ നിറഞ്ഞൊഴുകുകയാണ്. നമ്മുടെ ചാലിയാർ പുഴയുടെ പ്രധാന പോഷക നദിയായ കരിമ്പുഴയാണിത്. കരിമ്പുഴ പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. കരിമ്പുഴ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴുള്ള ആ ഫോറസ്റ്റ് ഏരിയയാണിത്, പൂച്ചക്കുത്ത് പ്രദേശം. ഇവിടെ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയൊക്കെ വെള്ളം ഒഴുകി പുഴയിലേക്ക് പോകുന്ന കാഴ്ച കാണാൻ നല്ല രസമുണ്ട്. ഇത് മുട്ടിക്കടവ് പുതുതായി നിർമ്മിച്ച ആ പാലം കാണാം. ഈ പാലം ഉള്ളതിനാൽ ഇപ്പോൾ ഇവിടെ സഞ്ചാരയോഗ്യമാണ്. ഇത് ആലുങ്ങൽ മുമ്മുള്ളി പ്രദേശമാണ്. വല്ലപ്പുഴയിൽ നിന്നും കരിമ്പുഴയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. മണ്ണുംകുഴി, ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളിതിനു മുമ്പ് ചെയ്തതാണ്. വല്ലപ്പുഴയിലുള്ള ഓട്ട് കമ്പനിയുടെ പ്രോപ്പർട്ടിയാണിത്. പണ്ട് മണ്ണെടുക്കാനൊക്കെ ഉപയോഗിച്ചൊരു സ്ഥലം. ഇപ്പോൾ വെള്ളം കയറി മീൻ പിടിക്കുകയാണ് ആൾക്കാർ. പുഴയിൽ നിന്നൊക്കെ മീൻ നന്നായിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇത് കരളായി മുതിരി ഭാഗത്തെ ആ പാടമാണ്. അവിടെയും അത്യാവശ്യം നന്നായിട്ട് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുപ്പിനി പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. സുഹൃത്ത് അയച്ചു തന്നതാണ്, അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഇത് വഴിക്കടവ് കെട്ടുങ്കൽ ഭാഗമാണ്. ഇപ്പോൾ ഇത് കൂറ്റമ്പാറ ഭാഗമാണ്. ടി കെ നഗറിലേക്ക് പോകുന്ന യാത്രയിലാണ്. ടി കെ നഗർ നിങ്ങൾക്ക് സുപരിചിതമാണോ എന്നറിയില്ല. ഈ പേരുമാറ്റലിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.